കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ ഇൻ ദ glorious name of our Lord and Savior Jesus Christ, who is coming soon to receive His glorious church immediately. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങളാണ് ഇനി നമുക്ക് ചിന്തിപ്പാനുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ 11-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി. ഇന്ന് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത് ക്ലോസ് ചെയ്തതിന് ശേഷമായി ഇന്നത്തെ ലൈവ് സ്ട്രീം കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവിന്റെ കൃപയിൽ ഈ രാത്രി ശരണപ്പെടുന്നു. അതിനായി ഞാൻ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്നിച്ചു വായിക്കും. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. വേഴ്സ് 13. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങളാണ് ഇന്ന് രാത്രി വായിച്ചത്. നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം, ആ പുസ്തകം തുറക്കാൻ യോഗ്യനായ ഒരുവൻ വരുന്നതായി നമ്മൾ 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കണ്ടു. അതിനുശേഷമായി 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസകാലം ചിന്തിച്ചത്. ഇവിടെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ആര്? അവർ അത്യുച്ചത്തിൽ എന്നാണ് ഈ വാക്യത്തിന്റെ ആരംഭം. അവിടെ അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം ഞാൻ കേട്ടു. ഐ ഹേർഡ് ദ വോയിസ് ഓഫ് മെനി ഏഞ്ചൽസ്. അനേക ദൂതന്മാരുടെ ശബ്ദം ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000 times of 10,000 and thousands of thousands. അവരുടെ എണ്ണത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ എണ്ണം 10,000-ഉം 10,000-ഉം 1000-1000-ഉം ആയിരുന്നു. 10,000 times of 10,000 and thousands of thousands. വലിയൊരു മഹാ ഗ്രൂപ്പ്, ഒരു മഹാജനം, ലക്ഷ കോടിക്കണക്കിന് ദൂതന്മാർ. ഐ ഹേർഡ് ദ വോയിസ് ഓഫ് മെനി ഏഞ്ചൽസ് എന്ന് പറഞ്ഞേച്ച് അവരുടെ എണ്ണം എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
Their numbers are 10,000 times of 10,000 and thousands of thousands. അപ്പോ കുഞ്ഞാടിനെ ആരാധിക്കുവാനായി, കുഞ്ഞാടിന് മഹത്വം കൊടുക്കാനായി, കുഞ്ഞാടിന് ശക്തിയും ബലവും സ്തോത്രവും കൊടുക്കാനായി യോഹന്നാൻ പറയുന്നു, ഞാൻ ഏറിയ ദൂതന്മാരെ കണ്ടു. I heard the voice of many angels. അനേക ദൂതന്മാരുടെ ശബ്ദം ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000 times of 10,000. ഇതാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ വായിക്കുന്നത് അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. അപ്പോ ആർക്കും എണ്ണിക്കൂടാത്ത വിധത്തിലുള്ള ഒരു വലിയ ഗ്രൂപ്പ്, 10,000 ടൈംസ് ഓഫ് 10,000. അത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. തൗസൻഡ്സ് ഓഫ് തൗസൻഡ്സ്. അപ്പൊ അതൊരു ഇറ്റ്സ് എ ബിഗ് നമ്പർ. ഏറിയ ദൂതന്മാരുടെ ശബ്ദം ഞാൻ കേട്ടു എന്ന് പറയുന്നിടത്ത് യോഹന്നാൻ പറയുന്നു, അവരുടെ എണ്ണം ആണ് പറഞ്ഞത് 10,000 ടൈംസ് ഓഫ് 10,000. പിന്നെ പറയുന്നു തൗസൻഡ്സ് ഓഫ് തൗസൻഡ്സ്. ഇവർ അത്യുച്ചത്തിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന, ഘോഷിക്കുന്ന ചില ഘോഷണങ്ങളാണ് 12 മുതൽ 14 വരെയുള്ള 2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ദ നമ്പേഴ്സ് ഓഫ് മെനി ഏഞ്ചൽസ് എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. Their numbers are 10,000 times of 10,000 and thousands of thousands. എണ്ണിക്കൂടാതെ വണ്ണം ഒരു വലിയ ദൂതസംഘം, എണ്ണിക്കൂടാതെ വണ്ണമുള്ള ഒരു വലിയ ദൂതസംഘം കുഞ്ഞാടിനെയും സിംഹാസനത്തിലിരിക്കുന്നവരെയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും മാനവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വലിയ സംഖ്യ പറഞ്ഞിട്ട് ആണ് 12-ാം വാക്യത്തിൽ പറഞ്ഞത്, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് അറുക്കപ്പെട്ട കുഞ്ഞാട് പിന്നെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും. ഇതിന്റെ കാൽ കൂടിയ ഒരു വാക്കുകളോടെ പറയാനില്ല. 1 പവർ, 2 റിച്ച്നെസ്, 3 നോളജ്, സ്ട്രെങ്ത്, ഹോണർ, ഗ്ലോറി ആൻഡ് സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ അതെങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. 12-ാം വാക്യം, let me read in English. Saying with a loud voice, worthy is the Lamb that was slain to receive power and riches and wisdom and strength and honor and glory and blessing. എല്ലാത്തിനും ആൻഡ് എന്ന് ചേർത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വേർഡുകൾക്കും ആൻഡ് എന്ന് ചേർത്ത് രേഖപ്പെടുത്തുന്നു. മലയാളത്തിലാണെങ്കിൽ എല്ലാത്തിനും ഓരോ കോമ ഇട്ടേക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ they saying with a loud voice, worthy is the Lamb of God that slain. അറുക്കപ്പെട്ട കുഞ്ഞാടിന് യോഗ്യൻ അവൻ. എന്തൊക്കെ സ്വീകരിപ്പാൻ യോഗ്യനാണ് എന്നാണ് പറഞ്ഞത്. 1 to receive power and riches
and wisdom and strength and honor and glory and blessing. എല്ലാത്തിനും ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞു വന്നപ്പോ ആൻഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മലയാളത്തിൽ വായിക്കുമ്പോ അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പോ സകല സ്തോത്രത്തിനും സകല പുകഴ്ചയ്ക്കും സകല മാനത്തിനും സകല ആരാധനയ്ക്കും യോഗ്യനായവൻ അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രമാണ് എന്ന് ലക്ഷക്കണക്കിന് വരുന്ന ദൂതന്മാർ I heard the loud voice of many angels എന്ന് പറഞ്ഞ their numbers are 10,000 times of 10,000 and thousands of thousands. അപ്പോ വലിയൊരു മഹാസംഘം ദൂതന്മാർ, വലിയൊരു മഹാസംഘം ദൂതന്മാർ അവർ അത്യുച്ചത്തിൽ അവർ പറയുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. എന്തിനൊക്കെ യോഗ്യനാണ്? അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനാണ്. എന്തിനൊക്കെ എന്ന് പ്രത്യേകം പറയുന്നു. ശക്തിയും ധനവും പിന്നെ ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ എന്ന് പറഞ്ഞാൽ യശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ യഹോവയായ ദൈവത്തെ ഉദ്ധീകരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യശയ്യാവ് കാണുന്നു, Lord Yahweh is sitting high and lifted throne. യഹോവയായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യശയ്യാവ് പറയുന്നു, യഹോവയായ ദൈവത്തെ ആരാധിപ്പാൻ 6 ചിറകുള്ള സാറാഫുകൾ ഉണ്ടായിരുന്നു. 6 ചിറകുള്ള സാറാഫുകൾ. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് അവരുടെ പാദം മൂടി, 2 കൊണ്ട് അവർ പറന്നുകൊണ്ട് അത്യുച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ ആർത്തുകൊണ്ട് എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എണ്ണിക്കൂടാത്ത ഒരു വലിയ ദൂതസംഘം, എണ്ണിക്കൂടാത്ത വലിയ ദൂതസംഘം അവർ അത്യുച്ചത്തിൽ അവർ ഘോഷിക്കുന്നു. എന്തോ ഘോഷിക്കുന്നു? അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. ഇത്രയും പറഞ്ഞേച്ച് പിന്നെ പറയുകയാണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എണ്ണിക്കൂടാത്ത വലിയൊരു ദൂതസംഘം. I heard the voice of many angels എന്ന് പറഞ്ഞ യോഹന്നാൻ പറഞ്ഞു, I heard the voice of many angels round about the throne and the four and the beasts and elders, and the number of them was 10,000 times of 10,000 and thousands of thousands. യോഹന്നാൻ പറഞ്ഞു, ഞാൻ അനേകം ദൂതന്മാരുടെ ശബ്ദം കേട്ടു. എണ്ണിക്കൂടാത്ത ഒരു വലിയ ഗ്രൂപ്പ്, എണ്ണിക്കൂടാത്ത വലിയൊരു സംഘം ദൂതന്മാർ അത്യുച്ചത്തിൽ നിന്നുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്നു.
അപ്പോ സകല ആരാധനയ്ക്കും യോഗ്യനായവൻ അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം. അതാണ് ഈ വാക്കിന്റെ അർത്ഥം. കുഞ്ഞാടേ നീ യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാടേ നീ യോഗ്യൻ. ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്വത്രം ഇവയെല്ലാം ലഭിപ്പാൻ നീയാണ് യോഗ്യൻ. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല സ്വർഗസേനകളിലുള്ള സകല ദൂതന്മാരുടെയും ഒരു വലിയ സഞ്ചയം, എ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ്, അൺകൗണ്ടഡ് ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ്, innumerable angels, group of angels, they together with a loud voice അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനാകുന്നുവെന്ന് പ്രസ്താവിക്കുന്നതായി നമ്മൾ ഈ ഭാഗത്ത് വായിക്കണം. അത് കഴിഞ്ഞേക്ക് വായിക്കുന്ന വാക്യം വായിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും. അപ്പൊ എന്തൊക്കെയാണ്? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും. 4 ഐറ്റം ആൾക്കാരുണ്ട്. ഒന്ന് സ്വർഗത്തിന് കീഴെ ഭൂമിയിലും, പിന്നെ ഭൂമിക്ക് കീഴെ സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുമുള്ളതെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതിന്റെ അർത്ഥം 1 സ്വർഗത്തിലുള്ളവർ, 2 ഭൂമിയിലുള്ളവർ, 3 ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ള സകല സൃഷ്ടികളും. ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് 1000 കോടി ദൂതന്മാരുടെ സംഘം. 1000 കോടി ദൂതന്മാരുടെ സംഘം അവരൊന്നിച്ചു നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് സകല മഹത്വവും സകല ജ്ഞാനത്തിനും സകല ശക്തിക്കും പുകഴ്ചയ്ക്കും എല്ലാത്തിനും യോഗ്യനാകുന്നു എന്ന് ഘോഷിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കണ്ടത്. 1000 കോടി ദൂതന്മാർ. അതിനുശേഷം 13-ാം വാക്യത്തിൽ പറയുന്നു, 13-ാം വർഗത്തിൽ പറയുന്ന ഭാഗം ഇച്ചിരൂടെ കട്ടിയ. സ്വർഗത്തിലുള്ളതും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും. അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞത് 1000 കോടി ദൂതന്മാർ ഒന്നിച്ചു നിന്നുകൊണ്ട് കുഞ്ഞാട് അറുക്കപ്പെട്ടു, നീ യോഗ്യനാണ് സകല പുകഴ്ചയ്ക്കും സകല മാനത്തിലും സകല ജ്ഞാനത്തിനും സകല ബഹുമാനത്തിനും സ്തോത്രവും സ്വീകരിപ്പാൻ അങ്ങൊരുവൻ യോഗ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാടിന് മഹത്വവും സ്തുതിയും മാനവും പുകഴ്ചയും കൊടുക്കുന്ന 1000 കോടി ദൂതന്മാർ. 12-ാം വാക്യത്തിൽ കാണുന്നത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ്. എന്നാൽ 13-ാം വാക്യത്തിൽ കാണുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും. Every creature, living creature in the world, every living creature in heaven, every living creature in the earth, and every living creature in the sea. സകല സൃഷ്ടികളും അവയിലുള്ളതൊക്കെയും. 1 സ്വർഗത്തിലുള്ളത്, 2 ഭൂമിയിലുള്ളത്, 3 ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും. ഒന്നിനെയും വിട്ടുകളഞ്ഞിട്ടില്ല. നത്തിങ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഒറ്റൊരു കാര്യം വിട്ടിട്ടില്ല. സ്വർഗത്തിലുള്ള ജീവികൾ, 2 ഭൂമിയിലുള്ള ജീവികൾ, 3
ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ള ജീവികൾ, സകല സൃഷ്ടിയും സൃഷ്ടിതാവായ ദൈവത്തിന്റെ ഓമനകുമാരനായ ദൈവത്തിന്റെ കുഞ്ഞാടായ അറുക്കപ്പെട്ട കുഞ്ഞാടിന് സകല മാനവും സ്തുതിയും മഹത്വവും പുകഴ്ചയും നൽകുന്നതായി നമ്മൾ ഈ വേദഭാഗത്തിൽ വായിക്കുന്നു. ശ്രദ്ധിക്കണം, ഇവര് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ളതും ഉള്ള സകല സൃഷ്ടികളും, പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു അവയിലുള്ളതൊക്കെയും. ഇവരെ ആർക്കാ ബഹുമാനപ്പെടുത്തുന്നത്? ഒന്ന്, സിംഹാസനത്തിൽ ഇരിക്കുന്നവനും പിന്നെ കുഞ്ഞാടിനും. That means the one who sat on the throne. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർപ്പിച്ചതാണ്. The one who sat on the throne. അതുകൂടെ പറയുന്നു, the ancient of days sat on the throne. കാലങ്ങൾക്കധീനനായ ദൈവം, നിത്യനായ ദൈവം, അവൻ സിംഹാസനത്തിൽ ഇരുന്നു. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും ഭൂമിയിലുള്ള സകല സൃഷ്ടികളും, സമുദ്രത്തിലുള്ള സകല സൃഷ്ടികളും, സ്വർഗത്തിലുള്ള സകല സൃഷ്ടികളും, സ്വർഗത്തിലും ഭൂമിയിലും സമുദ്രത്തിലും ഉള്ള സകലതും, സിംഹാസനത്തിലിരിക്കുന്ന ന്യായാധിപനായ സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുമുള്ളത് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അത് നമുക്കൊന്ന് ഇംഗ്ലീഷില്ല ഒന്ന് വായിച്ചു നോക്കാം. Verse 13. And every creature which is in heaven, ശ്രദ്ധിക്കണേ, and every creature which is in heaven and on the earth and under the earth and such are in the sea and all that are in them. അപ്പോ ഇത് സെയിം തന്നെയാ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലുള്ള സകല ക്രീച്ചേഴ്സും, ജീവികളും സൃഷ്ടികളൊക്കെ പറഞ്ഞിരിക്കുന്നതിന് ക്രീച്ചേഴ്സ് അഥവാ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ദാറ്റ് വിച്ച് ഈസ് എവരിതിങ് ഇൻ ഹെവൻ. സ്വർഗത്തിലുള്ളതും പിന്നെ ഭൂമിയിലുള്ളതും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ളതും സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ ഭൂമിക്കും സമുദ്രത്തിനും സ്വർഗത്തിലുമുള്ള സകല സൃഷ്ടികളും, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകല സൃഷ്ടികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നവനായ ദൈവത്തിനും അറുക്കപ്പെട്ട കുഞ്ഞാടിനും സകല മഹത്വവും സകല സ്തോത്രവും സകല ബഹുമാനവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ പറയുന്നത് I heard saying, blessing and honor and glory and power be unto him that sitteth upon the throne and unto the Lamb forever and ever. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിനും സിംഹാസനത്തിലിരിക്കുന്ന കാലങ്ങൾക്ക് അധീനനായവനും എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിലിരിക്കുന്നവൻ. ആരാ സിംഹാസനത്തിലിരിക്കുന്നത്? I saw in the ancient of days
sat on the throne. വയോധികനായവൻ, പുരാതനനായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നവനും പിന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടിനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ള സകല സൃഷ്ടികളും ഈ മൂന്ന് ലോകങ്ങളിലുമുള്ള സകലതും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു ഭാഗം കൂടെ പറട്ടെ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശു കർത്താവിന്റെ മുമ്പിൽ മടങ്ങും. സകല നാവും യേശു ക്രിസ്തു കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറയും. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ യേശു കർത്താവിന്റെ താഴ്ചയും ഉയർച്ചയും കുറിച്ച് സംസാരിക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന്റെ മുൻപാകെ മടങ്ങും. സകലരും അവരുടെ നാവ് കൊണ്ട് ഏറ്റുപറയും യേശു ക്രിസ്തു കർത്താവെന്ന്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഒരു ഭാഗ്യം വന്നു പോകണം. സ്വർഗത്തിലെയും ഭൂമിയിലും ഭൂമിക്കീഴെ സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടികളും അവയിലുള്ളതൊക്കെയും എന്ന് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കൂടെ കൊണ്ടുവന്നത്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും 3 ലോകങ്ങളിലുമുള്ള ത്രിലോകങ്ങളിലും നിലനിൽക്കുന്ന സകലരുടെയും മുഴങ്കാലൊക്കെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപാകെ മടങ്ങും. എല്ലാ നാവും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവെന്ന് ഏറ്റുപറയും എന്ന് പറഞ്ഞതുപോലെ 1000 കോടി ദൂതന്മാർ, എണ്ണിക്കൂടാത്ത കോടിക്കണക്കിന് ദൂതന്മാർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അത്യുച്ചത്തിൽ ഘോഷിക്കുന്നു, സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സർവമഹത്വവും സർവമാനവും സർവാരാധനയും സർവപുകഴ്ചയും അർപ്പിക്കുന്നതായി നമ്മൾ കാണുന്നു. എന്നുവെച്ച് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാൻ ഉള്ള സമയമായി. ഈ ഭാഗം ഇനി അധികം നീട്ടുന്നില്ല, കാരണം അടുത്ത സെക്ഷനിൽ 6-ാം അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോ സകല സൃഷ്ടികളും, 1 സ്വർഗത്തിലുള്ളതും, 2 ഭൂമിയിലുള്ളതും, 3 ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ളതും, സകല സൃഷ്ടിയും, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സകല സൃഷ്ടിയും, എവരി ക്രീച്ചർ in heaven, in earth, on earth, in under the earth, sea, under the earth, in the sea, every creature, എല്ലാ സൃഷ്ടികളും ഒന്നിച്ചു ചേർന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായവനും പിന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും അറുക്കപ്പെട്ട കുഞ്ഞാടിനും എന്ത് ചെയ്തു? സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുമുള്ളതെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അത് കഴിഞ്ഞേച്ച് പറയുന്നു, 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. അടുത്തത് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 5-ാമത്തെ അവിടെ അവസാനിക്കുക. ഇതേപോലെ തന്നെ 4-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ ഇന്നത്തെ സ്ട്രീം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക.
4-ാം അധ്യായം 10-11 വാക്യം കൂടെ ഞാനൊന്ന് വായിക്കും. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. അടുത്തത്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. അടുത്തത്, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. ശ്രദ്ധിച്ചു കേൾക്കുക. നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സിംഹാസനത്തിന്റെ ചുറ്റിൽ 24 സിംഹാസനങ്ങളുണ്ട്. ആ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ വസ്ത്രം വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനും സിംഹാസനത്തിലിരിക്കുന്നതിനും മുൻപാകെ ഇവർ ഒന്നിച്ചുകൂടിയിരിക്കുക. ഇവിടെ പറയുന്നു, സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും എന്ന് പറഞ്ഞാൽ, സിംഹാസനത്തിലിരിക്കുന്നവന് 4 ജീവികളും 24 മൂപ്പന്മാരും ഒരുപോലെ മഹത്വവും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും കൊടുക്കുമ്പോഴൊക്കെയും. പിന്നെ പറയുന്നു, 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുമ്പിൽ വീണു. എന്ന് വെച്ച് പറയുക, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. അടുത്തത് എന്നുവെച്ച് പറയുന്നു, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായാലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. ശ്രദ്ധിക്കണേ, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചതും സൃഷ്ടിയും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. ഈ കർത്താവ്, നമുക്ക് ഒരു വാക്യം കൂടി ഇതിന് ക്ലിയറാക്കാൻ ഞാൻ വായിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം ഇതിനോട് വളരെ പ്രിയപ്പെട്ട അടുത്ത ഒരു വാക്യമുണ്ട്, അതുകൂടെ ഞാൻ വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1, 1-ാം അധ്യായത്തിലെ ഒരു 2 വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. എന്നുവെച്ചാൽ അടുത്തത്, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 3 കാര്യങ്ങൾ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുക. ഒന്ന്, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ലോഗോസ്, ദ വേർഡ്. ഇൻ ദ ബിഗിനിങ് വാസ് ലോഗോസ്, the word. Then the logos was with God. വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. The logos was God. വചനം
ദൈവമായിരുന്നു. അടുത്തത്, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നമുക്കിത് ഇംഗ്ലീഷിലൊന്ന് വായിക്കുകയാണ് ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, the word was with God, and the word was God. The same was in the beginning with God. அடுத்தது, all things were made by him. All things were made by him, and without him was not anything made that was made. All things were made by him. ഉളവായതെല്ലാം അവനാൽ ഉളവായി. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ഞാൻ വായിച്ചത്. കർത്താവേ, നീ സകലതും സൃഷ്ടിച്ചതും യോഹന്നാൻ വെളിപ്പാടില് 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യം, നീ സർവവും സൃഷ്ടിച്ചവനും നിന്റെ ഇഷ്ടം ഹേതുവായാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. ശ്രദ്ധിക്കണേ, ഈ യോഹന്നാനാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയത്. ആദ്യം യോഹന്നാന്റെ സുവിശേഷം എഴുതി, അത് കഴിഞ്ഞ് 3 ലേഖനങ്ങൾ എഴുതി, അവസാനമാണ് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയ. പുതിയ നിയമത്തിലെ ഡോക്കി എല്ലാ പുസ്തകങ്ങളുടെയും അന്ത്യമായ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തുന്ന അവസാനമാണ്. അതുകൊണ്ട് യോഹന്നാൻ ആരംഭത്തിലേക്ക് പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, ഉളവായതെല്ലാം അവൻ മുഖാന്തരവും അവന് വേണ്ടിയും അത്രേ ഉളവായത് എന്ന് പറഞ്ഞേച്ച് വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോ യോഹന്നാൻ പറയുക, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും നിന്റെ ഇഷ്ടം ഹേതുവായാൽ സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. നിന്റെ ഇഷ്ടം ഹേതുവാൽ സൃഷ്ടിക്കപ്പെട്ടതും എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ക്രിയേറ്റർ ഓഫ് everything. That means the one who lives ever and evermore. അന്ത്യമില്ലാത്തവൻ, ആരംഭമില്ലാത്തവൻ. I am the Alpha and the Omega. I am the beginning and the end. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ തന്നെ ആദിയും അന്തവുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിനെ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവിനെ 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ നിന്നുകൊണ്ട്